ED റെയ്ഡിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് CPIM നേതൃത്വം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള BJP നീക്കമാണ് നടക്കുന്നത് എന്ന് CPIM ജനറൽ സെക്രട്ടറി പറഞ്ഞു. ED നീക്കത്തിൽ UDF സർക്കാർ പങ്കാളിയാണോ എന്നും MA ബേബി ചോദിച്ചു. എല്ലാ പാർട്ടി ഘടകങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇന്ന് രാത്രി എല്ലാ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്താനാണ് പാർട്ടി തീരുമാനം. വിവിധ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക്. വീണ വിജയൻ CMRൽ നൽകിയതുപോലുള്ള എന്തെങ്കിലും സേവനം നൽകാതെ വൻ തുകകൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ പലരും കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൈപ്പറ്റിയ കൂട്ടത്തിൽപ്പെടുന്ന രണ്ട് പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിലെ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരാണ്. രണ്ടുപേരെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. കഴിഞ്ഞ ദിവസമാണ് മോദിയും മേനോൻ സതീശനും തമ്മിലുള്ള കൂടിയാലോചന നടന്നത്. ഇത് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ആണ്, ഒരു ഗ്രാൻഡ് ഡിസൈൻ. അതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും CPIM എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. നരേന്ദ്രമോദിയുടെ കുതന്ത്രമാണ്, ഡിസൈനാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ്. നിയമപരമായും രാഷ്ട്രീയമായും ഈ കാര്യത്തെ ശക്തമായി പാർട്ടി നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാരത്തിൻ്റെ വിനീത വിധേയരായ ഭൃത്യരായി അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും സംഘപരിവാരത്തിൻ്റെ EDയുടെ കൂട്ടിക്കൊടുപ്പുകാരായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിഷേധം കൂടി അവസാനിപ്പിക്കൂല. ജില്ലാ കേന്ദ്രങ്ങളിലും ഏറിയ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്തും. രാത്രി എല്ലാ ബ്രാഞ്ചുകളിലും പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഈ പ്രതിഷേധം BJP കോൺഗ്രസ് ഡീലിനെതിരായ പ്രതിഷേധമാണ്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ പ്രതിഷേധിക്കും. പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള ED നീക്കം CPIMനെയും ഇടതുപക്ഷത്തെയും ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കോൺഗ്രസ് BJP സംയുക്ത നീക്കമാണ് പിണറായിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത്. കേരളത്തിലെ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുവജന പ്രസ്ഥാനവുമെല്ലാം ഒരുമിച്ചു നിന്ന് ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ, സംഘപരിവാരത്തിൻ്റെ ഈ അമിതാധികാര പ്രയോഗത്തിനെതിരെ, രാഷ്ട്രീയ നീക്കത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കും. ഒരിഞ്ച് പിന്നോട്ട് പോകില്ല. അടിയന്തരാവസ്ഥയുടെ കാലരാത്രികളിൽ കരുണാകരന്റെ പോലീസുകാർ അന്ന് MLA ആയിട്ട് പോലും ലോക്കപ്പിൽ കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ച സംഭവം, അതുപോലുള്ള നീണ്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളെയെല്ലാം അതിജീവിച്ച് ഈ സന്ദർഭത്തിലും സഖാവ് പിണറായിക്കും പിണറായിയുടെ പ്രസ്ഥാനത്തിനും അതൊരു പ്രശ്നമല്ല. I understand that this case is still in the court. So when a case is in the court, how ED, we have also seen in earlier occasions also how the ED being misused by the central government. So let's wait, let the ED do its job if that is what.